ഹായ് ഗെയ്സ്, ഏവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ്മോർട്ടം ടേബിളിലെ സുന്ദരി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണും, ആരാണ് ആ പോസ്റ്റ്മോർട്ടം ടേബിളിലെ സുന്ദരി എന്ന്. കഥ നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കാലഘട്ടം 1970 കാലഘട്ടം. പ്രശസ്തനായ ഫോറൻസിക് സർജൻ ഡോക്ടർ ബി ഉമാദത്തൻ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വരികയാണ്. ആ ടേബിളിൽ ഒരു യുവതി തൻ്റെ ചേതനയേറ്റ ശരീരവുമായി ടേബിളിൽ കിടക്കുന്നു. ആ ബോഡിയുടെ അടുത്തേക്ക് എത്തുന്ന ഡോക്ടർ ആ ബോഡി കണ്ട് ഞെട്ടിത്തിരിക്കുകയാണ്. ആ സുന്ദരിയായ യുവതിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് അല്പകാലം മുമ്പ് നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ അന്ന് OP നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ സുന്ദരിയായ ഈ കുട്ടിയും ആ കുട്ടിയുടെ അമ്മൂമ്മയും കൂടി ഈ ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. ആ കുട്ടിക്ക് നമുക്ക് മീന എന്ന് പേരിടാം. മീനയുമായി വല്യമ്മ ഉമാദത്തൻ സാറിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, മകൾക്ക് കുറച്ച് ദിവസമായിട്ട് കലശലായ വയറുവേദന, സാറൊന്ന് നോക്കി എന്താണെന്ന് കണ്ടുപിടിക്കണം, മരുന്ന് എഴുതി കൊടുക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. ഡോക്ടർ ഇങ്ങനെ ആ കുട്ടിയെ പരിശോധിച്ചു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാനായിട്ട് അകത്തേക്ക് പോയി. ഡോക്ടർക്ക് മനസ്സിലായി വയറുവേദന എന്തെങ്കിലും ആഹാരം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറസ് കൊണ്ടോ ഒന്നുമല്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. വിശദമായി പരിശോധിച്ചപ്പം ഡോക്ടർ കണ്ടെത്തിയത് ആ കുട്ടി ഗർഭിണിയായിരുന്നു എന്നാണ്. ഏകദേശം 16-17 വയസ്സുള്ള സുന്ദരിയായ ഒരു യുവതിയാണെന്ന് ഓർത്തോണം. കുട്ടിയോട് താൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം ഡോക്ടർ ധരിപ്പിച്ചപ്പോൾ ആ കുട്ടി കരയുകയാണ്. ഡോക്ടർ ചോദിച്ചു കുട്ടിയോട് കാരണം എന്താണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വിദേശത്താണ്. വല്യമ്മയാണ് ഈ കുട്ടിയെ നോക്കുന്നത്. ഈ കുട്ടിക്ക് അറിയാം ഈ കുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം. വേദന കലശലായപ്പോൾ അമ്മൂമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഒരാളെ സ്നേഹിച്ചു, പ്രേമിച്ചു, അയാൾ തന്നെ വഞ്ചിച്ചു, ഗർഭിണിയാക്കി എന്നീ കുട്ടി ഡോക്ടറോട് കുറ്റസമ്മതം നടത്തി. പക്ഷേ ആരാണെന്നോ എന്താണെന്നോ എവിടെ വെച്ചാണെന്നോ ഒന്നും ഈ കുട്ടി പ്രതികരിക്കാൻ തയ്യാറായില്ല. ഈ കുട്ടി ഡോക്ടർ ബി ഉമാദത്തൻ്റെ കാലും കൈയും പിടിച്ചു പറഞ്ഞു, അച്ഛനും അമ്മയും നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് വല്യമ്മയ്ക്ക് അറിയാത്തത് കൊണ്ട് ഇതൊന്ന് അബോർഷൻ ചെയ്തു തരണം. മെഡിക്കൽ എത്തിക്സ് മുറുകെ പിടിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ ബി ഉമാദത്തൻ ആ കുട്ടിയെ കൺവിൻസ് ചെയ്യാൻ നോക്കി. ആ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞു, അമ്മയും അച്ഛനെയും വല്യമ്മയും വിവരം അറിയിച്ചുകൂടെ? കുട്ടിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം. കുടുംബത്തോട് പറയുന്നതിനോടൊപ്പം തന്നെ ആ ചെറുപ്പക്കാരനെ തേടിപ്പിടിച്ച് നിങ്ങളുടെ വിവാഹം നടത്താനുള്ള അനുമതി ആ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിത്തരാമെന്നും നമുക്ക് അബോർഷൻ ലീഗലി 1970 കാലഘട്ടമാണ്, 73 ഗർഭചിത്രം നടത്താനുള്ള നിയമം ഗവൺമെൻറ് പാസ്സാക്കുന്നത്. അത് അമ്മയ്ക്കോ കുഞ്ഞിനോ ഹാനികരമാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രം. മാക്സിമം ഡോക്ടർ ഈ കുട്ടിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി. ഈ കുട്ടി വിതുമ്പി കരയുക മാത്രമാണ് ചെയ്തത്. ആ കുട്ടിക്ക് വിദേശത്തുള്ള അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ തൻ്റെ കൂടെ വന്നിരിക്കുന്ന വല്യമ്മയോ അറിയിക്കാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ സമാധാനിപ്പിച്ച് ഡോക്ടർ യാത്രയാക്കുകയാണ്. ഡോക്ടർക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബോർഷൻ ലീഗലി അനുവദനീയമല്ലാത്തതുകൊണ്ട് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് ആ കുട്ടി പോകുന്നത് നോക്കി ഡോക്ടർ ബി ഉമാദത്തൻ അവിടെ നിന്നത്. അങ്ങനെ ഇന്ന് അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തുമ്പോൾ അന്ന് കണ്ട മീന എന്ന പെൺകുട്ടി ഇന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുകയാണ്, ചേതനയേറ്റ ശരീരവുമായി. അദ്ദേഹം അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. കയറിൽ തൂങ്ങിയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷേ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് രൂക്ഷഗന്ധമുള്ള ഒരു ദ്രാവകവും കൂടിയാണ്. അതിനർത്ഥം ആ കുട്ടി വിഷം കൂടി കഴിച്ചു എന്നാണ് അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. അദ്ദേഹം ഒരു നിഗമനത്തിലെത്തിയത് ആദ്യം വിഷം കഴിച്ചിട്ടുണ്ടാവാം ഈ കുട്ടി. വിഷം കഴിച്ചപ്പോൾ ഒന്നെങ്കിൽ വേദന കൂടിയതുമായി ബന്ധപ്പെട്ട് മരണം ഫാസ്റ്റാക്കാൻ വേണ്ടി ഈ കുട്ടി തൂങ്ങി മരണം തിരഞ്ഞെടുത്തതാവാം എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ രവികുമാർ സാർ അദ്ദേഹം ഡോക്ടർ ബി ഉമാദത്തനെ വന്ന് കാണുകയും
പോസ്റ്റ്മോർട്ടം ഡീറ്റെയിലിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടെ ഡോക്ടർ ഉമാദത്തൻ നമ്മുടെ രവികുമാർ സാറിനോട് പറയുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ജീവനില്ലാത്ത ഏകദേശം 5 മാസത്തോളം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹവും കൂടി ആ വയറ്റിൽ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത ഡോക്ടർ ബി ഉമാദത്തൻ രവികുമാർ സാറുമായി പങ്കുവെക്കുകയാണ്. മരണം 2ആണ്. ഒന്ന് ആത്മഹത്യയിലൂടെ മീന എന്ന പെൺകുട്ടിയുടെ മരണവും, അതുപോലെ തന്നെ ആ ആത്മഹത്യയോടൊപ്പം തന്നെ തുടിക്കുന്ന 5 മാസം പ്രായമുള്ള ഒരു ജീവനും കൂടിയായിരുന്നു അന്ന് അവിടെ വെച്ച് മരണപ്പെട്ടത്. വളരെ മാന്യനും മനസാക്ഷിയുമുള്ള രവികുമാർ സാർ മരണകാരണം ആത്മഹത്യയാണ് എന്ന് പുറലോകത്തോട് പറയുന്നതിനോടൊപ്പം തന്നെ ആ കുട്ടി ഗർഭിണിയാണെന്നും 5 മാസം പ്രായമുള്ള കുഞ്ഞ് മീനയുടെ ഉദരത്തിലുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പുറത്തു പറയാൻ ശ്രമിച്ചില്ല. മാന്യനായതുകൊണ്ടും ആ പെൺകുട്ടിയുടെ ചാരിത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വഭാവത്തിലോ ഒരു കളങ്കം പുറലോകം അറിയരുത് എന്ന് കരുതി അദ്ദേഹം അത് മറച്ചു വെച്ചു. മാത്രമല്ല, ആ മരണസമയത്തിന് തൊട്ട് മുമ്പ് പോലും ആ കാമുകനെ ആ പെൺകുട്ടി സേവ് ചെയ്തു എന്നുള്ളതാണ്. ആ പെൺകുട്ടി ആ കാമുകൻ്റെ പേരോ അല്ലെന്നുണ്ടെങ്കിൽ കാമുകനിലേക്ക് എത്തുന്ന ഒരു സൂചന പോലും ആ പെൺകുട്ടി തൻ്റെ ആത്മാർത്ഥ പ്രണയത്തിന് മുന്നിൽ പരസ്യപ്പെടുത്തിയില്ല എന്നുള്ളത് രവികുമാർ സാർ ചർച്ച ചെയ്യുമ്പോൾ ബി ഉമാദത്തൻ സാർ അത് കേട്ട് ഞെട്ടിയ ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അറിവിൽ നിന്ന് ഈ കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്, ഇന്നും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് അവിഹിത ഗർഭങ്ങൾ. അതിൽ പ്രായമായവരുണ്ട്. ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു നമ്മളുടെ ഗവൺമെൻറ് നിർദ്ദേശിച്ചത് പ്രകാരം 18 വയസ്സാണ് എങ്കിൽ അതിനേക്കാൾ മുമ്പ് ഗർഭിണിയായിക്കൊണ്ട് മറ്റ് വീട്ടുകാരോടോ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരോടോ ആരോടും പറയാതെ അത് ഉള്ളിലൊതുക്കി അത് ചെയ്ത ആളെ പുറലോകം കാണിക്കാതെ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഈ 2025 കാലഘട്ടത്തിലുള്ള നമ്മുടെ പൊന്നുമക്കളുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു സുഹൃത്തു വഴി മോശ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗർഭിണിയാകുകയോ അല്ലെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അവസരം ആർക്കും വരാതിരിക്കട്ടെ. നമ്മുടെ മക്കൾ പലയിടത്തും സഞ്ചരിക്കുന്നവരാണ്, പല പ്രലോഭനങ്ങളിലും വീഴുന്നവരാണ്. അവരെ സംബന്ധിച്ച് ആ സമയത്ത് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ അങ്ങനെ ആരാലും ആക്രമിക്കപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആത്മഹത്യ ഒരിക്കലും നിങ്ങൾ തിരഞ്ഞെടുക്കരുത് മക്കളെ. നിങ്ങൾ നിങ്ങളുടെ മാതാവിനോടും പിതാവിനോടും നടന്ന സംഭവങ്ങൾ നിങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ ചതിച്ചത് ആരാണ് എന്ന് പുറലോകത്തോട് പറയുകയും അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യാനുള്ള ഒരു ആർജവം ഈ കാലഘട്ടത്തിലെ സഹോദരിമാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് മാക്സിമം നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു ക്രൈം സ്റ്റോറിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഓക്കേ.